ആയുസ്സും ദീർഘായുസ്സും ആരോഗ്യവും സന്തുലിതമായിട്ടുള്ള ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യം വേണമെങ്കിൽ സിൻബയോട്ടിക്. എന്താണ് സിൻബയോട്ടിക്? പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കുമായിട്ടുള്ള ഫുഡ്. എന്താണ് പ്രീബയോട്ടിക്? ഫൈബർ റിച്ച് ഫുഡ്. ഇപ്പം ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാനാസ്, പഴങ്ങൾ, ഫൈബർ റിച്ച്, നാരംശം ധാരാളം അടങ്ങിയ ഭക്ഷണം. ഇപ്പോൾ പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ യോഗട്ട്, തൈര്, ഇതെല്ലാം നമ്മുടെ ഉദരത്തിന്, നമ്മുടെ ഗട്ട്സിന്, നമ്മുടെ കുടലിന് ആരോഗ്യം നൽകുന്നതായിട്ടുള്ള ജേംസ്, പോസിറ്റീവായിട്ടുള്ള ബാക്ടീരിയാസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം സന്തുലിതമായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൺ കിസ്ഡ് ഫുഡ്. എന്താണ് ഈ സൺ കിസ്ഡ് ഫുഡ്? സൂര്യൻ എന്ന പാചകക്കാരൻ മനുഷ്യർക്ക് പ്രകൃതിയുടെ നന്മയും കാത്തു സൂക്ഷിച്ച് പ്രപഞ്ചം എന്ന കുക്കറിൽ, പാചകക്കാരൻ ആരാണ്? സൂര്യനും ഭൂമിയും അഗ്നി, നാച്ചുറലായിട്ടുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ജലം, വായു. ഇപ്പോൾ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള, പഞ്ചഭൂതങ്ങൾ തന്നെ സ്വമേധയാ നമുക്ക് പാചകം ചെയ്തു തന്ന ഭക്ഷണം. കാരണം നാം പഞ്ചഭൂത നിർമ്മിതമാണ്. നാം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അഗ്നി, ജലം, വായു, ആകാശം, പൃഥ്വി. സ്വാഭാവികമായിട്ട് നമുക്ക് മാച്ചാകുന്നത് എന്താണ്? പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഭക്ഷണം. എന്തൊക്കെയാണ് ഭക്ഷണം? അനുഗ്രഹീതമായിട്ടുള്ള നല്ല പഴവർഗ്ഗങ്ങൾ, നല്ല അണ്ടിവർഗ്ഗങ്ങൾ, ബദാം പരിപ്പ്, വാൾനട്ട്, പിസ്ത, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, സ്വാഭാവികമായിട്ടും നല്ല പഴങ്ങൾ, ഫ്രൂട്ട്സ്, ഓഫ് കോഴ്സ്. പിന്നെ ഫ്രഷായിട്ടുള്ള നല്ല വെജിറ്റബിൾസ്, കളേർഡ് വെജിറ്റബിൾസ്, ഇതൊക്കെയാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സിൻബയോട്ടിക് ലഭിക്കുന്ന അവസ്ഥ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കും. എങ്കിലും നമ്മൾ മനുഷ്യർ ധാരാളമായിട്ട് തൈര് ഉപയോഗിക്കുന്നുണ്ട്, മോര് ഉപയോഗിക്കുന്നുണ്ട്, പാചകം ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക്കിൻ്റെ കോമ്പിനേഷൻ ഫുഡാണ് വേണ്ടത്. അപ്പോൾ കഴിവതും മൃഗക്കൊഴുപ്പ് ഒഴിവാക്കുക. അത് പ്രകൃതിയാൽ നിർമ്മിതമല്ല, അത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇതൊക്കെ നമ്മുടെ വിഷാംശം, നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നവയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകാൻ, ദീർഘായുസ്, നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല, ജീവിക്കുന്ന അത്രയും കാലവും നാം ആരോഗ്യത്തോടു കൂടി, നമ്മൾ ഭൂമിയിൽ വന്ന അത്രയും ദിനങ്ങൾ വളരെ ഫ്രഷായിട്ട്, ശാരീരികം, മാനസികം, വൈകാരികം എന്നീ തലങ്ങളിൽ നമ്മുടെ ബാലൻസ്ഡായിട്ട്, ഹാപ്പി ആയിട്ട്, സന്തുഷ്ടമായിട്ട്, സമ്പുഷ്ടമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതിനാണ് ആരോഗ്യമുള്ള ജീവിതം എന്ന് പറയുന്നത്. എന്തായാലും കൂടുതൽ ഓരോ വ്യക്തിക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഫുഡ്, ഡയറ്റ്, ഇതൊക്കെ അറിയുന്നതിന് നമുക്ക് നമ്മുടെ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഫുഡ് തന്നെ നമുക്ക് ഔഷധമായിട്ട്, ഭക്ഷണം തന്നെ നമുക്ക് ഔഷധം. കാരണം ഭക്ഷണം തന്നെ നമുക്ക് വിഷവുമാണല്ലോ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നവയാണ് വിഷവും ഔഷധവുമായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഓരോ വ്യക്തികൾക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ ഹെൽത്ത് അനാലിസിസ് പ്രോഗ്രാം നമുക്കുണ്ട്. ഞാൻ സൈക്കോളജിസ്റ്റും കൂടിയായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം സുഹൃത്തും വഴികാട്ടിയുമാണ് നാച്ചുറോപ്പതി നേച്ചർ ക്യൂർ.
ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നിവയിലൊക്കെ നമ്മൾ ധാരാളം പഠനം, ന്യൂട്രീഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ ഞാൻ ആജീവനാന്ത അംഗം കൂടിയാണ്. നിങ്ങൾക്ക് നമ്മുടെ മെഡിട്രീന ഹോസ്പിറ്റൽ കൊല്ലം അയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ സേവനം നിങ്ങൾക്ക് നേടാം. നിങ്ങളുടെ സ്വന്തം സുഹൃത്തും വഴികാട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം നാഗരാജ് പോസിറ്റീവ്. 9605743596 ആണ് എൻ്റെ നമ്പർ. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്, പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ. വിളിക്കുക, നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും, ഇപ്പോൾ ചിലർക്ക് പ്രമേഹമുണ്ട്, ഹൃദ്രോഗമുണ്ട്, വാദത്തിൻ്റെ അസുഖങ്ങളുണ്ട്, തുടങ്ങി ഇപ്പം മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ട്, എന്നിവയ്ക്കൊക്കെയും അനുയോജ്യമായിട്ടുള്ള ഭക്ഷണവും ഭക്ഷണ രീതികളും മാനസിക, ശാരീരിക, വൈകാരിക തലങ്ങളിൽ ആരോഗ്യമുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് കുടുംബാരോഗ്യവും സാമൂഹിക ആരോഗ്യവും സാമ്പത്തിക ആരോഗ്യം ലഭിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിപാടി. വരിക, വെൽക്കം. എല്ലാവർക്കും ആരോഗ്യം, സൗഖ്യം, ആയുരാരോഗ്യ ദൈർഘ്യം ഉണ്ടായിരിക്കട്ടെ. മംഗളാശംസകൾ. വരിക, വെൽക്കം.